ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെബിൾ ആർട്ടും അതുപോലെ തന്നെ സീഷെൽസ് കൊണ്ടുള്ള ആർട്ടും നമ്മൾ ഒരുമിച്ച് ഒരു ബോട്ടിലിൽ ചെയ്യാൻ പോവുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് മുറ്റത്തെ കല്ലുകളും കുറച്ച് സീഷെൽസും മാത്രമാണ് ആവശ്യം, പിന്നെ നമ്മുടെ അക്കോർഡിംഗ്ലി കളേഴ്സും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ട്രൈ പിക്സ് അയച്ചു തരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് അടിച്ച ബോട്ടിലും എടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാനിപ്പോൾ ബ്ലൂ ആണ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അൾട്രാമൈൻ ബ്ലൂ എന്ന് പറയുന്ന ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇതിന് പകരം കളർ കോമ്പിനേഷൻ അതുപോലെ തന്നെ തീം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ശേഷം ബ്ലൂ, വൈറ്റ് ആൻഡ് ഗ്രീൻ ചേർത്തിട്ട് മിക്സ് ചെയ്തൊരു ടർക്കോയിഷ് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയ ശേഷം ഇതുപോലെ ആ ബ്ലൂവുമായിട്ടൊന്ന് മെർജ് ചെയ്ത് കൊടുക്കുവാണ്. ഫ്ലാഷ് അതുപോലെ തന്നെ ഫെവിക്രിൽ എന്ന് പറയുന്ന രണ്ട് ബ്രാൻഡിൻ്റെ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ലാൻഡും അതുപോലെ തന്നെ സ്കൈയുമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ലാൻഡിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കളറ് യെല്ലോ ഓക്കർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ശേഷം ലെമൺ യെല്ലോ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ചൊരു ചെറിയൊരു ടിൻറ്റ് പോലെ ഒരു ഗ്രീനും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പുല്ലിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗ്രീൻ യൂസ് ചെയ്തിരിക്കുന്നത്. കളേഴ്സ് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബോട്ടിലിൻ്റെ എല്ലാ സൈഡുകളിലും ഈ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ശേഷം ഞാൻ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ബ്രഷ് ടിപ്പ് വെച്ചിട്ട് ഡെയ്സി ഫ്ലവേഴ്സ് എന്ന് പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വൈറ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുവാണ്. ഇതിന് പകരം നിങ്ങൾക്ക് യെല്ലോ കളർ ഫ്ലവേഴ്സും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശേഷം സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് യെല്ലോയും അതുപോലെ തന്നെ കുറച്ച് ബേൺ ചെയ്യുന്നതെന്ന് പറയുന്ന കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റെംസും അതുപോലെ തന്നെ ലീഫും വരച്ചു കൊടുക്കുക. കുറച്ച് വൈറ്റ് യൂസ് ചെയ്തിട്ട് ക്ലൗഡിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കുകയാണ്. ഇതുപോലെ ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ പെബിൾസ് ഒന്ന് വെച്ച് നോക്കുകയാണ്. ഷെൽസൊക്കെ എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അക്കോർഡിംഗ്ലി ഏതൊരു ഷേപ്പിനുള്ളതും സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഫെവി ബോണ്ട്, ഫ്ലെക്സ്ക്കൊക്കെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ കല്ലുകളൊക്കെ എടുക്കുമ്പോൾ ഷാർപ്പൊന്നും അല്ലാത്ത ഇതുപോലെ ഉരുണ്ടതും അങ്ങനത്തെ ഒരു ഷേപ്പ് എടുക്കുക. പിന്നീട് ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ഷെല്ലിപ്പോൾ ഒരു തൊപ്പിയുടെ പോലെയാണ് വെച്ച് കൊടുക്കുന്നത്. പാവാട ഉടുപ്പിട്ടൊരു കുട്ടി തൊപ്പി വെച്ച് നിൽക്കുന്ന പോലെ. ശേഷം ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആസിറ്റീസ് ഇങ്ങനത്തെ കളറ് തന്നെ ഒറിജിനൽ കളറിൽ തന്നെ വയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പക്ഷേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫ്ലഷ് ടിൻ ഷെയ്ഡ് ഉണ്ടാക്കിയ ശേഷം ഫേസ് അതുപോലെ നെക്ക്, ലെഗൊക്കെ വരുന്ന പോർഷനിൽ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഡ്രസ്സിന് റെഡ് കളറാണ് കൊടുക്കുന്നത്. താഴെ പെൺകുട്ടിയുടെ ലെഗായിട്ട് വെച്ചിരിക്കുന്നത് ഒരു ഷെല്ലിൻ്റെ ബാക്ക് പോർഷനിൽ ഒന്ന് പൊട്ടിപ്പോയതായിരുന്നു. പാവാടയ്ക്ക് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും നല്ലത്. ഞാൻ തൊപ്പിയുടെ കളർ മാറ്റുന്നില്ല. ആസിറ്റീസ് വൈറ്റിൽ കുറച്ച് ഫ്ലവേഴ്സ് മാത്രം കൊടുക്കുവാണ്, ഫ്ലവർ പെയിൻ്റ് ഉള്ള പോലെ.
ഐസസ് ഒക്കെ വരച്ചു കൊടുക്കണമെങ്കിലാവാം, ഞാൻ പക്ഷെ വരയ്ക്കുന്നില്ല. ശേഷം കുറച്ച് ഡിസൈൻസ് കൊടുക്കുവാണ് നമ്മുടെ ഈ പെൺകുട്ടിയുടെ പാവാടയ്ക്ക്. കുറച്ച് കൊച്ചു കുട്ടികളുടെ കുറച്ച് പോൾഗ ഡോട്ട്സ്, അതുപോലെ തന്നെ ഈ ഫ്രോക്കിൻ്റെ പുള്ളിപ്പാവാട എന്നൊക്കെ പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ശേഷം എനിക്കൊരു കൈ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ കാല് വെച്ചാൽ അതുപോലെ ഒരു ഷെല്ലെടുത്ത ശേഷം കൈ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് ബലൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഒരു കുഞ്ഞു ഷേപ്പിനുള്ള 3 ഷെൽസ് ഇതുപോലെ ഒട്ടിച്ച ശേഷം അത് ബലൂണാക്കാമെന്ന് വെച്ചു. ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈകളിലൊന്നും ആവരുത്, പൊള്ളിപ്പോവും. ഇതുപോലെ ഒരുമിച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിനും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ബലൂൺസിന് ഞാൻ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്, ഓറഞ്ച്, അതുപോലെ തന്നെ ഗ്രീൻ, അങ്ങനത്തെ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. തീമിന് മാച്ച് ചെയ്യുന്ന പോലെ കുട്ടിയുടെ കയ്യിലുള്ളത് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നതും. കളേഴ്സൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. കുറച്ച് ബ്ലാക്ക് എടുത്ത ശേഷം നമ്മുടെ ഈ ബലൂൺസിൻ്റെ നൂല് പോലെ ഇതുപോലെ വരച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.